ചേട്ടന്റെ പാട്ടാണ് എന്നെ കൊണ്ട് നൃത്തം ചെയ്യിച്ചത്. സരസയുടെ നൃത്തത്തിലൂടെ എന്റെ പാട്ട് നന്നായെന്ന് പറയും. സാർ വരണം വരണം, പരിപാടി ഗംഭീരമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. നൃത്തം ഇത്ര എണ്ണാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ പ്രത്യേക സമ്മാനം കൊണ്ടുവരുമായിരുന്നു. ഏതായാലും തൽക്കാലം എതിരിക്കട്ടെ. എന്തിനാണ്? എന്റെ സന്തോഷത്തിന്. അയ്യോ അതൊന്നും വേണ്ട. വാങ്ങിക്കു ചേച്ചി. ഒരാൾ സമ്മാനമായി തരുമ്പോ വേണ്ടെന്ന് പറയരുത്. വാങ്ങിച്ചോടി. ഒരാൾ സന്തോഷിച്ചു തരുന്നത് വാങ്ങിക്കാതിരിക്കരുത്. പ്ലീസ് വാങ്ങിച്ചോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ ഞാനിത് കൊണ്ടുപോയി എനിക്കൊരു പാവാടയും ചേച്ചിക്ക് ഒരു സാരിയും ഒക്കെ വാങ്ങിക്കും. എന്താ വാങ്ങിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. കുച്ചുപുടി പുരയൗവനങ്ങളിൽ കാമതയുണർത്തുന്നിൽ തിരനോട്ടം പഠിക്കുവാൻ വന്നു, ഞാനും കൂടെ വന്നു. കേശഭാരം ശബരിയിലണിയും കേരള നൃത്തകലാ സൗന്ദര്യമേ. ഞാൻ സഹായിക്കണോ? ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ആ സരസയെ കണ്ടത് നന്നായി. നിന്റെ നൃത്തം കണ്ട നിമിഷം മുതൽ ഞാനൊരു ചിന്താക്കുഴപ്പത്തിലാണ്. എന്താണ്? നൃത്തമാണോ അതോ നർത്തകിയാണോ എന്നെ കൂടുതൽ ആകർഷി? മറുപടി പറയൂ. എനിക്കെങ്ങനെ അറിയാം? എന്നാ ഞാൻ പറയാം, നർത്തകിയാണ്. സരസേ, ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എനിക്ക് പോലെ നീറിക്കൊണ്ടിരിക്കുന്ന വിചാരവുമായി ഞാൻ നടക്കാറില്ല. പറയാനുള്ളത് അപ്പോപ്പൊ തുറന്നു പറയും. പറയട്ടെ, നിനക്കെന്തു തോന്നിയാലും എനിക്കൊന്നുമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പോകൂ പോകൂ. എന്താ നിങ്ങളിങ്ങനെ? ഞാൻ നിങ്ങളെ കാത്തിരിക്കുക. ആഹാ ആഹാ, നിങ്ങൾ രണ്ടുപേർക്കും എന്ത് പറ്റി? ചേച്ചിക്ക് എന്ത് പറ്റിയെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ആ സാരി വന്ന് എന്നോട് സംസാരിക്കാൻ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? തിരിച്ചങ്ങോട്ടും സംസാരിക്കണം. അടിക്കടി വാക്കിന് വാക്ക്. അതാണ് വേണ്ടത്, അല്ലേ ശ്യാമളെ? പിന്നല്ലേ. ഏയ്, ചേച്ചി അങ്ങോട്ട് സംസാരിച്ചില്ലേ? ഞാൻ എന്ത് സംസാരിക്കാനാ? ആ അത് പോട്ടെ. ആ ഞാൻ സംസാരിച്ചു. നിങ്ങൾക്ക് എന്ത് വേണം? അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ടേ. ഞങ്ങൾ എന്തോ വേണോന്ന് ചേച്ചി അങ്ങ് പറഞ്ഞേച്ചാ മതി. എന്തായത്? ഇത് 2 ബ്ലൗസിന്, ഇതൊരു പാവാടയ്ക്ക്. ഇതെന്താ? ഇതെനിക്കൊരു സാരി. നോക്കട്ടെ. വളരെ നന്നായിരിക്കുന്നു. സരസയ്ക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ അറിയാം. എന്നെ കളിയാക്കണ്ട ചേട്ടാ. സരസയിരിക്കും. വേണ്ട, എനിക്ക് വേഗം വീട്ടിലെത്തണം. ആ എന്റെ അളവ് വേണ്ടേ? എല്ലാം എന്റെ മനസ്സിലുണ്ട്. ഇതെപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി. ആ എനിക്ക് അത്ര ധൃതിയൊന്നുമില്ല ചേട്ടാ. എന്നാൽ ഒരാഴ്ച. എനിക്കിവിടെ ജോലി തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. സരസയുടേതല്ലേ, എന്റെ കലാപാഠം മുഴുവൻ ഞാനിതിൽ കാണിക്കണ്ടേ. എന്നാ ഞാൻ പോട്ടെ, പിന്നീട് വരാം. ഇതിന് സരസ ഇങ്ങോട്ട് വരണമെന്നില്ല. തയ്ച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ശരി. അയ്യോ, ഇനി ഇതിങ്ങനെ താമസിപ്പിക്കാതെ പറയേണ്ടവരോടൊക്കെ പറഞ്ഞ് അറിയിപ്പിക്കുന്നിടത്തൊക്കെ അറിയിപ്പിച്ച് കാര്യം അങ്ങ് നടത്തരുത്. അങ്ങനെ അങ്ങ് ധൃതി പിടിച്ച കാര്യം നടക്കുമോ? സ്വല്പം സാവകാശത്തിലാകുന്നല്ലേ നല്ല. അത് ശരി. വീട്ടിലേക്കല്ലേ? കേൾക്കോളൂ. അയ്യോ വേണ്ട,
ആരെങ്കിലും കാണും. നിൽക്കൂ സരസേ. ആരെങ്കിലും കണ്ടാലെന്താ? എന്തെങ്കിലും വിചാരിക്കും. എന്ത് വിചാരിക്കാൻ? കാറുള്ളപ്പം നടക്കുന്നത് തെറ്റാണ്. കേറോ? അയ്യോ വേണ്ട സാർ, ഞാൻ പോവുക. സരസേ, സരസേ, ഇങ്ങോട്ട് കയറാനാ പറഞ്ഞത്. അയ്യോ സാറേ, ഞാൻ കയറിയില്ലെങ്കിൽ ഞാൻ പിടിച്ച് കയറ്റും. എന്തു പറയുന്നു? കയറൂ, ഭയപ്പെടണ്ട. പച്ചിലയും കത്രികയും പോലെ, പട്ടുനാരും പവിഴവും പോലെ, പുഷ്പവതി പുഷ്പവതി നീയും ഞാനും സ്വപ്നവും നിദ്രയും പോലെ. പച്ചിലയും കത്രികയും പോലെ, പട്ടുനാരും പവിഴവും പോലെ, പുഷ്പവതി നീയും ഞാനും സ്വപ്നവും നിദ്രയും പോലെ. പച്ചിലയും കത്രികയും പോലെ. തുടിച്ചു തുടിച്ചു ഇടറും നിന്റെ തൊട്ടാൽ പൊട്ടുന്ന താരുണ്യം. തുടിച്ചു തുടിച്ചു വിടരും നിന്റെ തൊട്ടാൽ പൊട്ടുന്ന താരുണ്യം. അളന്നു നോക്കാതെ തുന്നി ഞാൻ അണിയാനീ കഞ്ചുകം, നിനക്കണിയാനീ കഞ്ചുകം. പൊന്നും കൊണ്ടെഴുതട്ടെ ഞാൻ എന്റെ പേരും കൂടി, ഇതിലെന്റെ പേരും കൂടി. പച്ചിലയും കത്രികയും പോലെ, പട്ടുനാരും പവിഴവും പോലെ, പുഷ്പവതി നീയും ഞാൻ സ്വപ്നവും നിദ്രയും പോലെ. പച്ചിലയും കത്രികയും പോലെ. നിറഞ്ഞു തുളുമ്പും നിന്റെ നൃത്തം വയ്ക്കുന്ന സൗന്ദര്യം. നിറഞ്ഞു തുളുമ്പും നിന്റെ നൃത്തം വയ്ക്കുന്ന സൗന്ദര്യം. കവർന്നെടുത്തു ഞാൻ ചാർത്തിക്കും കവിളത്തൊരു കന്മദം, ഇളം കവിളത്തൊരു കന്മദം. വർണ്ണപ്പുകണ്ടെഴുതട്ടെ ഞാൻ എന്റെ പേരും കൂടി, അതിലെന്റെ പേരും കൂടി. പച്ചിലയും കത്രികയും പോലെ, പട്ടുനാരും പവിഴവും പോലെ, പുഷ്പവതി നീയും ഞാനും സ്വപ്നവും നിദ്രയും പോലെ. പച്ചിലയും കത്രികയും പോലെ. സരസേ, നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചു പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പോട്ടെ, അച്ഛൻ വന്നിട്ടുണ്ടാവും. സരസേ, ഇന്ന് രാത്രിയെങ്കിലും നീ ടിവിയിലേക്ക് വരണം. അയ്യോ ഇല്ല, ഞാൻ വരില്ല. ഞാനാണ് പറയുന്നത് വരണമെന്ന്. അച്ഛനും അനിയത്തിയും അറിയാതെ സാധിക്കില്ല. എന്നെ അറിയാമല്ലോ. ഇല്ല. ഇന്ന് രാത്രി നീ ടിവിയിലേക്ക് വന്നില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്നറിയാമോ? എന്താണ്? ഇന്ന് രാത്രി നിന്റെ വീട്ടിലൊരു കള്ളം കയറും. അയ്യോ, വീടും നാടും അറിയാതെ നിന്നെ ഞാൻ കട്ടുകൊണ്ടുപോകും. ദൈവത്തെ വിചാരിച്ച് വീട്ടിലേക്ക് വരരുതേ. രണ്ടാലൊന്ന് ഇന്ന് സംഭവിക്കും.
നീ അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ ഞാൻ കാത്തിരിക്കും. ബൈ ബൈ. ചേട്ടൻ എന്താ അവിടെ നിൽക്കുന്നത്? സരസ എവിടെ പോയിരുന്നു? ഞാനോ? ഞാൻ എവിടെ പോയില്ലല്ലോ. ഞാൻ വീട്ടിൽ തിരക്കി, കണ്ടില്ല. എന്താ കാര്യം ചേട്ടാ? സരസെ, എന്നോട് ഈ സ്നേഹക്കുറവ് കാണിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ചേട്ടനോട് സ്നേഹം കൂടുതൽ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അവൻ ആരാണെന്ന് നിനക്കറിയാമോ? കുറച്ചു ദിവസം ടി വിയിൽ വന്ന് താമസിക്കുന്ന ഒരാളെ നീ ഇങ്ങനെ വിശ്വസിക്കരുത്. അതെന്റെ ഇഷ്ടമാണ് ചേട്ടാ. നിന്റെ പോക്ക് അപകടത്തിലേക്കാണ്. ചേട്ടൻ ഇതിൽ വേദനിക്കാൻ കാര്യമില്ല. സരസേ, വർഷങ്ങളായി ഞാൻ നിന്നെ എന്റെ മനസ്സിൽ വെച്ച് പൂജിക്കുകയാണ്. വിവാഹാലോചനയുമായി എന്റെ വീട്ടുകാരെ അയക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അറിയണം. അറിയേണ്ടത് ഞാനാണ്. നിർബന്ധിച്ചിട്ട് കാര്യമില്ല. സരസേ, ഇതാ, ഇത് കൊണ്ടുപോയിക്കൊള്ളു. രാധേ, രാധേ. എന്താ അച്ഛാ? എന്റെ ചേച്ചി എവിടെ പോയി? ഇതാ വന്നു അച്ഛാ. നീ എവിടെ പോയിരിക്കുന്നു? ഞാൻ ചേച്ചിയില്ല അച്ഛാ. പിന്നെ അയ്യപ്പ ചേട്ടന്റെ വീട്ടിൽ പോയതാ. അവരുടെ മകളില്ലേ, ഭർത്താവിന്റെ വീട്ടിൽ